കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. തക്കാളി ചമ്മന്തിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ദോശ, ഇഡ്ഡലി കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാം. എന്നാലും ഏറ്റവും കൂടുതൽ ദോശ, ഇഡ്ഡലിയൊക്കെ കഴിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചട്നിയായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിന് മുന്നേ അതിന് വേണ്ട സാധനങ്ങൾ: തക്കാളി ഒരു 4 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ഒരു 3 എണ്ണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് അരിഞ്ഞ് ചേർക്കണം. എന്നാൽ ഞാനിതെല്ലാം ഒന്ന് വൃത്തിയാക്കി കഴുകി അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ തക്കാളിക്ക് പച്ചമുളകും എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. നമ്മൾ അടുപ്പ് കത്തിച്ച് ഒരു ചെറിയ ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെക്കുകയാണ്. ചട്ടിയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിക്കണം. ചട്ടി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. നമ്മളിതിൽ വെള്ളം ഒഴിക്കില്ല. ഈ തക്കാളിയിൽ നിന്ന് ഉള്ള ആ നീരിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ തക്കാളിക്ക് ഇവിടെ ഈ ആവിയിലൊന്ന് വെന്ത് വരണം. നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. ഇതുവരെ നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. അപ്പം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചല്ല വേവിച്ചത്. നമ്മൾ ആ ഒഴിച്ച എണ്ണയും തക്കാളിയുടെ നീരും മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മാത്രം മതി മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കൊരു സ്വല്പം ഗരം മസാല, ഒരുപാട് ഇടരുത്, ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ആ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒപ്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഫ്രഷ് കറിവേപ്പിലയില്ല, ഇച്ചിരി വാടിയതാണ്. അതിവിടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇനി ആ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ വിജയിപ്പിക്കണം. നന്ദി.